ലെബനനിൽ ഇസ്രായേൽ വെടിനിർത്തലിന് തയ്യാറായിരിക്കുന്നു. മാസങ്ങൾ നീണ്ട പോരാട്ടത്തിനൊടുവിലാണ് ലെബനനിൽ വെടിനിർത്തൽ ഉണ്ടായിരിക്കുന്നത്. ബുധനാഴ്ച പ്രാദേശിക സമയം പുലർച്ചെ 4 മുതൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നു. യുഎസിൻ്റെയും ഫ്രാൻസിൻ്റെയും മധ്യസ്ഥതയിലാണ് വെടിനിർത്തൽ കരാറിന് രൂപം നൽകിയത്. വെടിനിർത്തൽ ധാരണയെ ലെബനൻ്റെ കെയർടേക്കർ പ്രധാനമന്ത്രി നജീബ് മികാട്ടി സ്വാഗതം ചെയ്തു. ഇറാനിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് ലെബനനിൽ വെടിനിർത്തൽ നടപ്പിലാക്കുന്നതെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയത്. സൈന്യത്തിന് വിശ്രമം നൽകുന്നതിനൊപ്പം കുറവ് വന്ന ആയുധങ്ങൾ വീണ്ടും സംഭരിക്കുക, ഹമാസിനെ ഒറ്റപ്പെടുത്തുക എന്നീ ലക്ഷ്യങ്ങളാണ് വെടിനിർത്തലിന് പിന്നിലെന്നും ഇസ്രായേൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാനെയാണ് ഇസ്രായേലും ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന അമേരിക്കയും ബ്രിട്ടനും ലക്ഷ്യമിടുന്നത്. ഉപരോധങ്ങളിലൂടെയും ആക്രമണങ്ങളിലൂടെയും ഇറാനെ തകർക്കുകയാണ് ലക്ഷ്യം. അടുത്തിടെ ഇറാനെതിരെ പുതിയ ഉപരോധങ്ങൾ ബ്രിട്ടൻ ഏർപ്പെടുത്തിയിരുന്നു. യുക്രൈനെതിരെയുള്ള യുദ്ധത്തിൽ ഉപയോഗിക്കാൻ റഷ്യയ്ക്ക് ബാലിസ്റ്റിക് മിസൈലുകളും മറ്റു ആയുധങ്ങളും നൽകിയതിനാണ് ഇറാനെതിരെ UK നടപടിയെടുത്തത്. ജർമ്മനി, ഫ്രാൻസ്, ബ്രിട്ടൻ എന്നീ രാജ്യങ്ങൾ സെപ്റ്റംബറിൽ ഇറാനെതിരെ ഏർപ്പെടുത്തിയ ഉപരോധത്തിൻ്റെ തുടർച്ചയായാണ് പുതിയ ഉപരോധം. എന്നാൽ ഇറാനും ശക്തമായ തിരിച്ചടിക്കൊരുങ്ങുകയാണ്. റഷ്യയുടെ പിന്തുണയാണ് ഇറാൻ്റെ കരുത്ത്. ഇറാൻ ഇസ്രായേലിനെതിരെ നാവിക യുദ്ധത്തിന് തയ്യാറെടുക്കുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഇറാൻ്റെ നാവിക കമാൻഡർ ഷഹ്റാൻ ഇറാനിയാണ് ഇത് സംബന്ധിച്ച സൂചന നൽകിയത്. ഇറാൻ മുങ്ങിക്കപ്പൽ സജ്ജമാക്കുന്നു എന്നാണ് നാവിക കമാൻഡർ വാർത്താ ഏജൻസിയായ തസ്നിമിനോട് പറഞ്ഞത്. ആഴക്കടലിൽ നിന്ന് ക്രൂസ് മിസൈലുകൾ തൊടുത്തുവിടാൻ പുതിയ മുങ്ങിക്കപ്പലിന് കഴിയുമെന്നാണ് ഇറാനി അവകാശപ്പെടുന്നത്. അത്യാധുനിക ആയുധങ്ങളോടെയാണ് മുങ്ങിക്കപ്പൽ ഒരുങ്ങുന്നതെന്നും ആവശ്യമായ പരീക്ഷണങ്ങൾക്ക് ശേഷം കപ്പൽ പ്രവർത്തിച്ചു തുടങ്ങുമെന്നും ഇറാനി വ്യക്തമാക്കി. നാവികസേനയ്ക്കായി പ്രത്യേക ലോജിസ്റ്റിക് ഡ്രോണുകളും ഇറാൻ സൈന്യം വികസിപ്പിച്ചെടുത്തിട്ടുണ്ടെന്നും ഇറാനി അറിയിച്ചു. ആയുധങ്ങളെയും ആളുകളെയും വഹിക്കാൻ ഇവയ്ക്ക് ശേഷിയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇറാൻ്റെ സൈനിക ശക്തിയും ഭാവി പദ്ധതികളും ഇറാനി വിവരിക്കുകയും ചെയ്തു. സമീപഭാവിയിൽ നിരവധി പുതിയ മുങ്ങിക്കപ്പലുകൾ ഇറാൻ നാവികസേനയുടെ ഭാഗമാകുമെന്നും ഇറാനി വ്യക്തമാക്കി. നേവിയെ ആധുനികവൽക്കരിക്കുന്നതിനും ആഗോള സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടിയാണിതെന്നും അദ്ദേഹം പറഞ്ഞു. നിരവധി മുങ്ങിക്കപ്പലുകളുടെ നിർമ്മാണം ഉടൻ പൂർത്തിയാകുമെന്നും കമ്മീഷൻ ചെയ്യുമെന്നും ഇറാനി അവകാശപ്പെട്ടു. ഇസ്രായേലുമായുള്ള യുദ്ധഭീതിക്കിടെയാണ് ഇറാൻ കരുത്തുറ്റ മാരകായുധങ്ങൾ സജ്ജമാക്കുന്നത്. ട്രംപ് അധികാരമേൽക്കും മുമ്പ് ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുമെന്നാണ് സൂചന.